ആലപ്പുഴയിൽ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട ബണ്ട് തകർന്നു. ബണ്ട് തകർന്നതോടെ കോടികളുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി എച്ച് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഈ പ്രാഥമികമായ നഷ്ടങ്ങളുടെ കണക്കുകൾ എങ്ങനെയാണ്? സൗമ്യ, കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബണ്ടാണ് തകർന്നിരിക്കുന്നത്. പുത്തനാറായിരം പാടശേഖരം, പുളിങ്കുന്ന് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പുത്തനാറായിരം പാടശേഖരത്തിലെ 600 ഏക്കർ വരുന്ന കൃഷിയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. വിത്ത് വിതച്ച് 10 ദിവസം മാത്രമാണ് ഇപ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലാണ് ബണ്ട് പൂർണ്ണമായിട്ടും തകർന്നത്. കുട്ടനാട് പാക്കേജിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബണ്ടാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടിയിരുന്ന ഈ പ്രദേശത്ത് കോടികളുടെ അഴിമതികൾ നടന്നു എന്നുള്ള വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഈ ബണ്ടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കുട്ടനാട് പാടശേഖരത്തിന്റെ ബണ്ട് നിർമ്മാണത്തിൽ അഴിമതി ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടനാട്ടിലെ കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബണ്ടിന് പ്രാഥമിക പരിഗണന നൽകിയതെന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ബണ്ടാണ് ഇപ്പോൾ തകർന്ന് കർഷകർക്ക് തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 1 ഏക്കർ കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കുന്നതിന് 30 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് കർഷകർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കുട്ടനാട്ടിലെ കർഷകർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൗമ്യ, ഇത് ഇപ്പോൾ ഇനിയത്തെ ഒരു സാഹചര്യം, അത് ഏതെങ്കിലും അധികൃതർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെ ഇത് പരിഹരിക്കാം, അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന തരത്തിലൊക്കെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? സൗമ്യ, ഈ പൂർണ്ണമായിട്ടും കായലിലെ വെള്ളം ഇപ്പോൾ പാടശേഖരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് തടഞ്ഞു നിർത്തുക എന്നുള്ളത് അസാധ്യമാണ്. പൂർണ്ണമായിട്ടും കുട്ടനാട്ടിലെ കർഷകർക്ക് നാശനഷ്ടം സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ നഷ്ടമായിരിക്കും കുട്ടനാട്ടിലെ കർഷകർക്ക് ഇതുമൂലം ഉണ്ടാകുക. പുത്തനാറായിരം പാടശേഖരൻ മാത്രമാണ് ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് മറ്റ് പാടശേഖരങ്ങൾ കൂടിയുണ്ട്. വെള്ളത്തിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ മറ്റ് പാടശേഖരങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ ബണ്ട് നിർമ്മിച്ച് ഏതാണ്ട് 2-3 വർഷത്തിനുള്ളിൽ തന്നെ ആ ബണ്ട് തകർന്ന് കൃഷി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കുട്ടനാട്ടിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതൊക്കെ മേഖലയിലേക്കാണ് ഇത്തരത്തിൽ കായൽ വെള്ളം കയറിയിട്ടുള്ളത്? സൗമ്യ, ഇപ്പോൾ പുളിങ്കുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണിത്, പുത്തനാറായിരം പാടശേഖരം. ഇവിടെ 600 ഏക്കറിലാണ് ഈ ബണ്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബണ്ടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം തകർന്ന് പാടശേഖരത്തിലേക്ക് താഴ്ചയുള്ള പ്രദേശമാണ് കായൽ പാടശേഖരം. അവിടേക്ക് വെള്ളം കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 600 ഏക്കറോളം കൃഷി പൂർണ്ണമായി നഷ്ടപ്പെടും. 10 ദിവസം മാത്രമാണ് ഈ നെൽകൃഷിക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വളരെ അധികം നാശനഷ്ടം സംഭവിച്ചു എന്നാണ് കർഷകർ പറയുന്നത്. ഏകദേശം 1.5 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് നഷ്ടം ഇതിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. നിരവധി കർഷകർ ചേർന്നാണ്, ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ പാടശേഖരത്ത് കൃഷി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടം വളരെ ഗുരുതരമായി തന്നെ കുട്ടനാട്ടിലെ കർഷകരെ ബാധിക്കും. പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ മറ്റു മേഖലകൾ കൂടി നിരീക്ഷണത്തിലാണോ? തീർച്ചയായിട്ടും കുട്ടനാടിന്റെ മറ്റ് കായൽ പാടശേഖരങ്ങളിലൊക്കെ തന്നെ ഇത്തവണ നിരവധി തവണ ബണ്ട് തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കർഷകർ രാപ്പകലില്ലാതെ ഈ ബണ്ട് സംരക്ഷിക്കുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി ഈ പാടശേഖരത്തിലും, ഇപ്പോൾ ബണ്ട് തകർന്ന പാടശേഖരത്തിലും ഇത് സംരക്ഷിക്കുന്നതിന് കർഷകർ ശ്രമിച്ചുവെങ്കിലും അത് പൂർണ്ണമായിട്ടും ഫലവത്തായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കോടികളുടെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ട് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ബണ്ട് തകർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ആശങ്കയുള്ള ഏതെങ്കിലും മേഖലയുണ്ടോ ഷാജഹാൻ? കുട്ടനാട്ടിലെ മറ്റ് കായൽ പാടശേഖരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കുട്ടനാട് പാക്കേജിന്റെ തുക ഉപയോഗിച്ച് നിർമ്മിച്ച ബണ്ടുകളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പാടശേഖരങ്ങളുടെ പുറം ബണ്ടുകളൊക്കെ തന്നെ ശക്തിയില്ലാത്തതാണെന്ന് കർഷകർ പറയുന്നുണ്ട്. കാരണം കോടികൾ ചിലവഴിച്ച് ഇറിഗേഷൻ വകുപ്പാണ് ഇത്തരത്തിൽ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കായൽ പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബണ്ടുകളൊക്കെ തന്നെ അപകട ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ള കർഷകരുടെ ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പുത്തനാറായിരം പാടശേഖരം. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ പുറംബണ്ടിന്റെ ഒരു ബലക്ഷയം ഒക്കെ തന്നെ നേരത്തെ തന്നെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുവെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെ ആയിരിക്കും. എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലേക്കൊക്കെ ഇറിഗേഷൻ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടെന്ന് തരുന്ന വിശദീകരണം എങ്ങനെയാണ്?
സൗമ്യ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുട്ടനാട് പാക്കേജിന്റെ പുറംബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് അഴിമതി നടന്നിരുന്നു എന്നുള്ള കൃത്യമായ കണക്കുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പുറംബണ്ട് നിർമ്മാണം കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയില്ല, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളൊരു ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കഥകൾ. യാതൊരു കാരണവശാലും കുട്ടനാട്ടിലെ പാടശേഖരത്തിലെ ബണ്ട് തകരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കരിങ്കല്ലും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ പുറംബണ്ട് നിർമ്മിച്ചത്. പക്ഷേ ഈ പുറംബണ്ടിന്റെ നിർമ്മാണം ശക്തമായിരുന്നില്ല, അല്ലെങ്കിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കായൽവെള്ളം ഇപ്പോഴും പാടത്തേക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഇടപെടേണ്ട ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. നോട്ട് മാറ്റത്തെ തുടർന്നുണ്ടായ റവന്യൂ നഷ്ടം പരിഹരിക്കാൻ കേന്ദ്ര സഹായം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾ ധനമന്ത്രാലയത്തെ സമീപിച്ചു. 30 മുതൽ 40% വരെ സാമ്പത്തിക നഷ്ടം വരുമാനത്തിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പരാതിയുമായി രംഗത്തെത്തി. 500, 1000 നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്ന നവംബർ 8 ശേഷം റവന്യൂ വരുമാനത്തിലുണ്ടായ നഷ്ടത്തിന്റെ കണക്കുകൾ വിവിധ സംസ്ഥാനങ്ങൾ ധനമന്ത്രാലയത്തിന് നൽകി. ഇതുപ്രകാരം ഓരോ സംസ്ഥാനത്തിനും ശരാശരി 30 മുതൽ 40% വരെയാണ് ഇടിവ്. വരുമാനത്തിന്റെ 80% കൈയാളുന്ന വാറ്റിനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് വൻ നഷ്ടമുണ്ടായിരിക്കുന്നത്. നോട്ടുമാറ്റം സാമ്പത്തിക മേഖലയെ തകർത്തു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വകയിരുത്താൻ തുകയില്ല. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തുക മാറ്റിക്കൊണ്ടുള്ള സപ്ലിമെന്ററി ബഡ്ജറ്റ് പാസാക്കണമെന്നാണ് സംസ്ഥാനങ്ങളുടെ പ്രധാന ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. തെലങ്കാന സംസ്ഥാനം നൽകിയ കണക്ക് പ്രകാരം ഈ മാസം മാത്രം 3000 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടായി. ആന്ധ്രാപ്രദേശ് സർക്കാരും സമാനമായ കണക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. വരുമാനത്തിന്റെ ഏറിയ പങ്കിൽ ലഭിക്കുന്ന മദ്യവിൽപ്പന 80% തകർന്നതായി ആന്ധ്രാപ്രദേശ് വ്യക്തമാക്കുന്നു. തമിഴ്നാട്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. BJP ഭരിക്കുന്ന ഹരിയാന, മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ നൽകിയ കണക്ക് പ്രകാരം ആകെ വരുമാനത്തിന്റെ 20 മുതൽ 30% വരെ സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പ്രതിസന്ധി നേരിടുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതികളും വയോജന പെൻഷനുകളും നൽകുന്നത് മുടങ്ങും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞത് രാജ്യത്തെ വ്യവസായ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. അസാധുവാക്കപ്പെട്ട നോട്ടുകൾ മാറ്റിവാങ്ങുന്നത് റിസർവ് ബാങ്ക് വഴി മാത്രമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ എതിർപ്പുകൾ ശക്തമാകുന്നു. 30% മാത്രം ബാങ്കിംഗ് സാക്ഷരതയുള്ള രാജ്യത്ത് പരിഷ്കാരം പട്ടിണി മരണങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. സഹകരണ ബാങ്കുകളെ ഇടപാടുകളിൽ നിന്ന് മാറ്റി നിർത്തിയത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് ആരോപണം ഉയരുകയാണ്. നവംബർ 8-ന് 500, 1000 നോട്ടുകൾ പിൻവലിച്ചപ്പോൾ ഡിസംബർ 30 വരെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിലൂടെയും പോസ്റ്റ് ഓഫീസുകൾ വഴിയും നോട്ടുകൾ മാറ്റിവാങ്ങാമെന്ന കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് മുൻ നിലപാടിന് വിരുദ്ധമായി അസാധു നോട്ടുകൾ മാറ്റിവാങ്ങുന്നത് റിസർവ് ബാങ്കുകൾ വഴി മാത്രമായി നിയന്ത്രിച്ചു. 2 റിസർവ് ബാങ്കുകൾ മാത്രമുള്ള സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വലിയ ബുദ്ധിമുട്ടാണ് വരുത്തിവെക്കുന്നത്. അക്കൗണ്ട് തുറന്നതിന് ശേഷം മാത്രമേ തങ്ങളുടെ കൈവശം അകപ്പെട്ടിട്ടുള്ള പഴയ നോട്ടുകൾ മാറിയെടുക്കാൻ കഴിയൂ എന്നുള്ളത് പൗരാവകാശ ലംഘനമാണ്. രാജ്യത്തെ ജനങ്ങളിൽ 35% മാത്രമാണ് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉള്ളത്. 6 ലക്ഷം ഗ്രാമങ്ങൾക്കായി 1 ലക്ഷം ബാങ്ക് ശാഖകൾ മാത്രം. കേരളത്തിൽ ഉൾപ്പെടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താനാകുമായിരുന്ന സഹകരണ ബാങ്കുകളെ ക്രയവിക്രയത്തിൽ നിന്ന് മാറ്റി നിർത്തിയതും പ്രതിസന്ധി രൂക്ഷമാക്കി. 1 ലക്ഷത്തോളം വരുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തുക എന്നുള്ളത് കൂടി സംഭവിച്ചതോടെ സ്വന്തം പോക്കറ്റിലുള്ള പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. കയ്യിലുള്ള പണം വിനിയോഗിക്കാനും മാറ്റിവാങ്ങാനുമുള്ള സാധ്യതകൾ വിലക്കി രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ കേന്ദ്ര സർക്കാർ വറച്ചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് തള്ളിവിടുകയാണെന്ന് പരക്കെ ആക്ഷേപമുയരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ ഒരു പൊതുമേഖലാ ബാങ്ക് പോലുമില്ലാത്ത തിരുവനന്തപുരം അഞ്ചുതെങ്ങ് എന്ന പഞ്ചായത്തിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. 10,000-കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമത്തിലെ ഇടപാടുകൾക്കെല്ലാം കൂടി ഉള്ളത് ഒരു സഹകരണ സംഘം മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ മേഖലയോടുള്ള നയം മാറിയില്ലെങ്കിൽ ഉള്ള സമ്പാദ്യം മുഴുവൻ വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. മോദിയുടെ നോട്ട് പിൻവലിക്കൽ തീരുമാനം മൂലം അഞ്ചുതെങ്ങ് ഗ്രാമവാസികൾ നട്ടം തിരിയുകയാണ്. 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പഞ്ചായത്തിൽ ഒരു ദേശസാൽകൃത ബാങ്ക് പോലുമില്ല. ഉണ്ടായിരുന്ന ഏക ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക്
തൊട്ടടുത്ത പഞ്ചായത്തായ കടക്കാവൂരിലേക്ക് മാറ്റിയിട്ട് കാലം കുറേയായി. 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമത്തിൽ ATM-ഉമില്ല. മത്സ്യത്തൊഴിലാളികളായ ഗ്രാമവാസികളുടെ ഏക ആശ്രയം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘമാണ്. സഹകരണ സംഘങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ നിയന്ത്രണം വന്നതോടെ അവരുടെ ഏക ആശ്രയത്തിനും താഴ്വീണു. കായലിനും കടലിനും ഇടയിൽ വസിക്കുന്ന ഗ്രാമവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെയായി. ഞങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ പൈസ ഇല്ല, മേടിക്കുന്നവർ എത്ര തിരിച്ചു പോകണം, നമുക്ക് കച്ചവടവും ഇല്ല. മീൻ കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര പരാജയം പറ്റി കിടക്കണം. മീൻ മേടിക്കാൻ ആളില്ല, ഇരുട്ടുന്നവരെ അവർ ബാങ്കിൽ കിടക്കണം. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? നമുക്കൊരു വഴിയും ഇല്ല. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഏക സഹകരണ സ്ഥാപനത്തിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെ ഗ്രാമവാസികൾ കടുത്ത രോക്ഷത്തിലാണെന്ന് മത്സ്യത്തൊഴിലാളി നേതാവ് ജെറാൾഡ് പറയുന്നു. ഒരു പൈസ അവർക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പിൻവലിക്കാൻ പറ്റുന്നില്ല. അവരുടെ ക്രിസ്മസ് ഈ വർഷത്തെ ഇല്ലാതായി ഈ സർക്കാർ ഈ നോട്ട് നിരോധനത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള ഇന്ധനം വാങ്ങാനും മീൻ വിൽക്കാൻ ഇടനില നിൽക്കുന്നതുമായ സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ അഞ്ചുതെങ്ങ് എന്ന മത്സ്യഗ്രാമം പതുക്കെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഒറ്റയടിക്കൊരു തീരുമാനത്തിലൂടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും ബാങ്കിന് മുന്നിൽ ക്യൂ നിർത്തിയ മോദി അഞ്ചുതെങ്ങെന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമത്തെപ്പറ്റി കേട്ട് കാണാൻ വഴിയില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഭാരതത്തിൻ്റെ അംഗസംഖ്യയെന്ന് മോദി ഓർത്തിരുന്നാൽ നല്ലത്. ക്യൂ നിൽക്കാൻ ഒരു ബാങ്ക് പോലുമില്ലാത്ത അഞ്ചുതെങ്ങെന്ന മത്സ്യഗ്രാമത്തിൽ നിന്നും എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച മാവോയിസ്റ്റുകളുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് കുപ്പു ദേവരാജന്റെ ബന്ധുക്കൾ കോഴിക്കോടെത്തി. മൃതദേഹം കേരളത്തിൽ തന്നെ സംസ്കരിച്ചേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, വിശദാംശങ്ങൾ. സൗമ്യ, വ്യാഴാഴ്ച ഉച്ചയോടുകൂടി നിലമ്പൂർ കരുളായി വനമേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പറയുന്നവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിരിക്കുന്നത്. മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ച് വലിയ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ മോർച്ചറിക്ക് പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഗ്രോവാസ് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ മൃതശരീരങ്ങൾ തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ മൃതശരീരങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ബന്ധുക്കൾ എത്തണമെന്നൊരു നിലപാടിലായിരുന്നു പോലീസ്. അതേസമയം ഇവരുടെ കുപ്പു എന്ന ദേവരാജിൻ്റെയും അജിതയുടെയും ബന്ധുക്കൾ തമിഴ്നാട് മോർച്ചറി ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരങ്ങൾ വിട്ടു നൽകാമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരെ അകത്തു കയറ്റണമെന്നൊരു ഒരാവശ്യം മനുഷ്യാവകാശ പ്രവർത്തകർക്കുണ്ട്. അത് ഏത് തരത്തിലാണ് അതിനോടുള്ള പോലീസിൻ്റെ പ്രതികരണം വ്യക്തമായിട്ടില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആരംഭിക്കും. അതിനു മുമ്പ് എക്സ്റേയും CT സ്കാൻ ഉൾപ്പെടെയുള്ള CT സ്കാനുമാണ് നടക്കുക. ശരീരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ലോഹങ്ങളുണ്ടോ വെടിയുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ നടത്താനായിരിക്കും ഇത്തരം പരിശോധനകൾ നടത്തുക. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ അത്തരം നടപടികൾ ആരംഭിക്കുകയാണ്. സൗമ്യ. അനൂപ്, ഇപ്പോൾ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തെരച്ചിലുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവർ കാടിനുള്ളിൽ തന്നെ ഒരുക്കിയിരുന്നു എന്നതടക്കം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കരുളൈ വനമേഖലയിൽ ഏതാണ്ട് 30 മണിക്കൂറുകൾ നീണ്ടുനിന്ന നടപടികൾക്ക് ശേഷമാണ് ഇന്നലെ വൈകിട്ടാണ് മൃതശരീരങ്ങൾ പുറത്തെത്തിച്ചത്. ഇതിന് ഈ കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായി വിശദീകരിക്കും. ഇപ്പോൾ മരിച്ചവരുടെ പേര് വിവരങ്ങൾ പോലും പോലീസ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നില്ല. കുപ്പു എന്ന ദേവരാജും അജിതയുമാണ് മരിച്ചതെന്ന അനൗദ്യോഗിക വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നിട്ടുമില്ല. ഏതായാലും ഇവർ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നത് 15 പേർക്ക് ഒരു ഷെഡിൽ താമസിക്കാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചില ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ചില സജ്ജീകരണങ്ങളുടെയും സഹായത്തോടു കൂടി അത്തരം ഉപകരണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സംഘത്തിലുണ്ടായിരുന്നവർ ഈ പോലീസ് തണ്ടർബോൾട്ടിൻ്റെ ആക്രമണ സമയത്ത് ചിതറിയോടിയെന്നവർ രക്ഷപ്പെട്ടുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. സോമൻ എന്ന മാവോയിസ്റ്റ് നേതാവിന് ഉൾപ്പെടെ പരിക്കേറ്റെന്നും ഇയാൾ കസ്റ്റഡിയിലുമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതൊന്നും സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ സ്ഥിരീകരണവുമില്ല. ഏതായാലും
അത്തരം അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള രക്ഷപ്പെട്ടുവെന്ന് കരുതുന്നവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ കരുളായി വനമേഖലയിൽ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശങ്ങളിൽ വനയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ പരിശോധനകളും പോലീസ് സുരക്ഷ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വനാതിർത്തികളുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വലിയ തോതിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അത്തരം നടപടികൾ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. മൃതദേഹം ഏറ്റെടുക്കാൻ അവരുടെ ബന്ധുക്കൾ കോഴിക്കോട് എത്തിയിട്ടുമുണ്ട്. സൗമ്യ. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ വിവാഹിതരായ ദിലീപിനെയും കാവ്യ മാധവനെയും അപമാനിച്ച് KPCC വക്താവ് പന്തളം സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദിലീപിനും കാവ്യയ്ക്കും മംഗളാശംസകൾ, ഇനി കള്ളപ്പണമെന്നാരും പറയില്ലല്ലോ എന്ന പന്തളം സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായിരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. നവമാധ്യമങ്ങളിലും ഇത് വിവാദമുണ്ടാക്കി. പ്രതിഷേധം ശക്തമായതോടെ പന്തളം സുധാകരൻ വിവാദ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. വൃത്തിഹീനമായ മൂത്രപ്പുരയിലെ ദുർഗന്ധം മൂലം കുട്ടികൾ ദുരിതത്തിൽ. കണക്കിനും ജീവശാസ്ത്രത്തിനും അധ്യാപകരില്ല. പ്രധാന അധ്യാപകൻ തോന്നുമ്പോൾ വരും. കൊല്ലം അച്ചൻകോവിൽ സ്കൂളിലെ വിശേഷങ്ങളാണ് ഈ കേട്ടത്. ആദിവാസി സമൂഹത്തിലെ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളിലാണ് ദൈനംദിന കാര്യങ്ങൾ അവതാളത്തിലായത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 360 കുട്ടികൾ പഠിക്കുന്നു. ഇവർ ഉപയോഗിക്കുന്ന മൂത്രപ്പുരയിലെ അവസ്ഥ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. പുറകുവശത്ത് നിന്ന് ആർക്കു വേണമെങ്കിലും ഉള്ളിലേക്ക് നോക്കാൻ കഴിയും വിധം അശാസ്ത്രീയമായ ജനാലകളാണ് മൂത്രപ്പുരയ്ക്ക്. പെൺകുട്ടികളുടെ മൂത്രപ്പുരയ്ക്ക് വാതിലുകളുമില്ല. സുരക്ഷ ഒരുക്കുന്നതാകട്ടെ പെൺകുട്ടികൾ തന്നെ. ശുചീകരണം നടന്നിട്ട് മാസങ്ങളായതിന്റെ ലക്ഷണം കണ്ടാൽ തന്നെ ബോധ്യമാകും. ദുർഗന്ധം മൂലം ക്ലാസ്സിലിരുന്ന കുട്ടികൾക്ക് പഠിക്കാനും കഴിയുന്നില്ലെന്ന് പരാതിയും. അവിടെ മൊത്തം അഴുക്കുകളാ, വൃത്തിയൊന്നുമില്ല. അവിടെ ഭയങ്കര സ്മെല്ലാ. പഠിക്കാൻ നേരം ഈ സ്മെല്ല് വരും. ഈ കാറ്റടിക്കുമ്പോ ഇവിടെ സ്മെല്ല് വരും. പിന്നെ പൈപ്പൊന്നും വെള്ളമൊന്നും ഇല്ല. അവിടെ കഥവില്ല, പിന്നെ വെള്ളമില്ല. കഥവില്ലാത്തോണ്ട് അവിടെ യൂസ് ചെയ്യുന്നത്. കണക്കിനും ജീവശാസ്ത്രത്തിനും അധ്യാപകരില്ല. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പരീക്ഷ അടുത്തതോടെ ആശങ്കയിലായത്. സ്കൂൾ തുറന്ന് ഇത്ര മാസമായിട്ടും മാത്സിനും ബയോളജിക്കും ഇതോട്ട് അധ്യാപകൻ വന്നിട്ടില്ല. ഇപ്പൊ മാർച്ച് 8-ന് SSLC വരിക. എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രധാന അധ്യാപകൻ സ്ഥിരമായി ഇല്ലാത്തതും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് PTA ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജൂൺ ജൂലൈ മാസത്തിൽ വന്ന് ചാർജ് എടുത്ത ഹെഡ് മാസ്റ്റർ മാസത്തിൽ 1-2 ദിവസം മാത്രമാണ് സ്കൂളിൽ വരാറുള്ളത്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മന്ത്രി രാജു MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വിവാദത്തിലാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ശബരിമലയുടെ പേര് മാറ്റിയതാണ് ആദ്യം വിവാദമായതെങ്കിൽ വെബ്സൈറ്റിലെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം മറികടക്കാനാണ് ബോർഡിന്റെ ഈ വിവാദ തീരുമാനങ്ങളെല്ലാം തന്നെ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന കേരള സർക്കാരിന്റെ നിലപാടിനെ മറികടക്കാൻ സാധ്യമായതും സാധ്യമല്ലാത്തതുമായ എല്ലാ വഴികളും തേടുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ ദിവസവും ദേവസ്വം ബോർഡ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിവാദമാകുന്നത്. കൃത്യമായതും നേരായ വഴികളിലൂടെയുമായിരുന്നു ദേവസ്വം ബോർഡ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ യാതൊരു വിവാദവുമില്ലാതെ കാര്യങ്ങൾ സുഗമമായേനെ. നൂറ്റാണ്ടുകളായി പിന്തുടർന്ന ശബരിമല ശ്രീധർമ്മശാസ്താവ് എന്ന പേര് മാറ്റിയതിന് ദേവസ്വം ബോർഡ് പറഞ്ഞ ന്യായം ഇതാണ്. ഞങ്ങൾ തെറ്റ് തിരുത്തുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു തെറ്റ് തിരുത്തി. ഞങ്ങൾക്ക് തെറ്റായി തോന്നിയ ഒരു വിഷയം ഞങ്ങൾ തിരുത്തി. പേരുമാറ്റിയ വിവാദ തീരുമാനം നിയമവിദഗ്ധർക്ക് പരിശോധിക്കാൻ വിട്ട ശേഷം ദേവസ്വം ബോർഡ് അടുത്ത തീരുമാനമെടുത്തു. പുതിയ പേരിൽ അയ്യപ്പന് സ്വന്തമായ ഒരു വെബ്സൈറ്റും ഫേസ്ബുക്കും യൂട്യൂബും ഇതൊന്നും പോരാഞ്ഞിട്ട് ട്വിറ്റർ അക്കൗണ്ടും. ദേവസ്വം ബോർഡിനും ശബരിമല ക്ഷേത്രത്തിനും സ്വന്തമായി വെബ്സൈറ്റ് ഉള്ളപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം എന്നുകൂടി ഓർക്കണം. പക്ഷേ പുതിയ വെബ്സൈറ്റിൽ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ ലൈവായി പുറം ലോകം അറിയിക്കാനുള്ള തീരുമാനമാണ് വിവാദമായത്. എല്ലാം എല്ലാവരും കാണട്ടെ എന്നതാണ് ഇതിനു പിന്നിലെ തീരുമാനമെന്നാണ് ബോർഡ് പ്രസിഡന്റ് ഭാഷ്യം. ഇവിടെ നടക്കുന്ന ഓരോ ചലനവും, ഇവിടെ നടക്കുന്ന ഓരോ അനുഷ്ഠാനങ്ങളും, ഇവിടത്തെ നേട്ടങ്ങളും ലോകമറിയണം. തീരുമാനം വിവാദമായി. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി തത്സമയ സംപ്രേഷണം നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയതോടെ അതും പൂട്ടിക്കെട്ടേണ്ടി വന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദത്തെ സുപ്രീം കോടതിയിൽ മറികടക്കുന്നതിന് വേണ്ടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ചില തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തത്.
ഏറ്റവും ആദ്യം എടുത്ത പേരുമാറ്റൽ തീരുമാനം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിന് പുതിയൊരു വെബ്സൈറ്റ് ആരംഭിച്ചതും തത്സമയ സംപ്രേഷണം ആരംഭിച്ചതും. അത് മറ്റൊരു വലിയ വിവാദത്തിന് തുടക്കമിടുകയും ചെയ്തു. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.